ഹായ് ഹലോ, പുതിയ കേക്ക് ഡെക്കറേഷൻസ് കാണാം. നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണത് ഒരു ആനിവേഴ്സറി കേക്കാണ് കേട്ടോ. അപ്പോൾ 1 kg ആണ് കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ട്. 1 കിലോ വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ കേക്ക്. നമ്മൾ 6 ഇഞ്ചിലാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ഡിസൈനാണ് കസ്റ്റമർ നമ്മളടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വൈറ്റ് കേക്കിൽ റെഡ് കളറ് ഫോണ്ടൻ്റ് ഹാർട്സാണ് കേട്ടോ വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കേക്ക് നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വലിച്ചിട്ടൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി വൈറ്റ് സ്പ്രിങ്കിൾസും പിന്നെ റെഡ് കളറിൽ പല സൈസിലാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഹാർട്സ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഓരോരോ സ്പേസിലായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഫോണ്ടൻറ്റിൽ ഇങ്ങനെ ഹാപ്പി ആനിവേഴ്സറി മൈ ലവ് എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിമെയ്ഡ് ടോപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇത് നമ്മൾ ഒരുപാട് ചെയ്ത വർക്കാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു കാർ കേക്കാണ് കേട്ടോ ചെയ്യാനുള്ളത്. 1 കിലോ ആണ് കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ട്. ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ് കേട്ടോ ഞാനൊരു കാർ കേക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് അതിൻ്റെ ഓർഡർ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു റൗണ്ട് കേക്കിനേക്കാൾ ഒന്നുകൂടെ എളുപ്പം സ്ക്വയർ കേക്കിൽ കട്ട് ചെയ്തിട്ട് പീസാക്കിയിട്ട് വെക്കണതായിരിക്കും എളുപ്പമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്ക്വയർ കേക്കിലാണ് കേട്ടോ, സ്ക്വയർ ടിന്നിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നി നമ്മൾ റൗണ്ട് കേക്കിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ ബെറ്റർ, അതാണ് ഒന്നും കൂടെ ഈസി. അപ്പോൾ നമ്മൾ കേക്ക് കാറിൻ്റെ ഷേപ്പാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അത്യാവശ്യം ടൈമുള്ള കാര്യം. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ റിസ്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിലും ഒരുപാട് ടൈം എടുത്തിട്ടാണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്യണതും ആ ഒരു എന്താ പറയുക ആ ഒരു ഷേപ്പാക്കി എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് ടൈം എടുത്ത് നമ്മൾ ഈ ഒരു ഷേപ്പാക്കി കിട്ടിയാൽ നമുക്ക് ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇത് ചന്ദനുവിൻ്റെ ബർത്ത്ഡേക്ക് ചെയ്യാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ എനിക്കും തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ. നമ്മൾ ചെയ്യാത്ത വർക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒരു ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോരോ എന്താ പറയുക ചോക്ലേറ്റ് ഗനാഷ് യൂസ് ചെയ്തിട്ട് ഓരോ ബോർഡർ പോലെ കൊടുക്കണ്ടേ. ഇനി നമുക്ക് ഓരോ സ്പേസിലായിട്ട് കളറിൽ ക്രീം കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലൂ വൈറ്റ് തീമിലാണ് കാർ കേക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഓരോ ഗ്ലാസ് ടൈപ്പിലുള്ള അവിടെയൊക്കെ വൈറ്റ് ക്രീമിലും ബാക്കി ഫുള്ളി നമ്മൾ ബ്ലൂ കളറിലാണ് കേട്ടോ ചെയ്യണത്. ഇനി നമ്മൾ കാറിൻ്റെ ടയറായിട്ട് ഓറിയോ ബിസ്ക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ചെറിയൊരു 10 രൂപയുടെ പാക്ക് മേടിച്ചിട്ട് അതുതന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്രീം വെച്ച് സെറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് അവനറിയില്ല, അവന് സർപ്രൈസായിട്ട് കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ. ഈ ഒരു തീമിലാണെന്നൊന്നും അറിയില്ല, ഓർഡർ തന്നതൊക്കെ അവനക്കറിയായിരുന്നു. ഈ ഒരു ക്രീം വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക എന്നുള്ളത് നല്ല ടൈം എടുത്തിട്ടും കയ്യിൽ നല്ല പെയിനും ഉണ്ട് കേട്ടോ. നമുക്കിത് കാണുമ്പോൾ എളുപ്പമാണെങ്കിലും നല്ല ടൈം എടുത്ത് ചെയ്യാനും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്തപ്പോൾ കൈ നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഇനി ഞാൻ ഫ്രണ്ടിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് കൊടുത്തിട്ട് ഞാൻ വിചാരിച്ചു ഒരു പേപ്പറിലാക്കിയിട്ട് ഞാൻ മോൻ്റെ നെയിം എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 7 എന്നുള്ളത് ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തതാണ്. നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ ഞാൻ നമ്പർ പ്ലേറ്റിൻ്റെ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് മോൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ആളും അവരുടെ വീട്ടുകാരൊക്കെ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ ഈ ഒരു തീം കണ്ടപ്പോൾ. ഇനി അവർക്ക് ഇതിൻ്റെ കൂട്ടത്തിലൊരു കേക്കും കൂടി കൊടുക്കണ്ടായിരുന്നു. ഇപ്രാവശ്യം അവരവരെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ബർത്ത്ഡേ ആഘോഷം. അപ്പോൾ അവരുടെ വീട്ടിലെ ഫാമിലി ഒരുപാട് പേരുള്ളതുകൊണ്ട് 2 കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് മോഡൽ എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വർഷം അവർ റെയിൻബോ കേക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ആ ഒരു റെയിൻബോ വരുന്ന ടൈപ്പിൽ എങ്ങനെയെങ്കിലും സിമ്പിളായിട്ട് ചെയ്താൽ മതി, അങ്ങനെ ഇന്ന മോഡലൊന്നും വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന പല കളേഴ്സിലുള്ള ഫോണ്ടൻ്റ് സ്റ്റാർസ് വെച്ച് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യണമെന്ന് അവർ പറഞ്ഞതൊന്നുമല്ല, നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ അത് നമ്മൾ 2 കേക്കും കൂടി അവരോട് വന്നിട്ട് കേക്ക് എടുത്തു പോയിട്ടോ. ഇനി നമുക്ക് അടുത്ത ദിവസമായിട്ടൊരു ചോക്ലേറ്റ് കേക്ക് കൊടുക്കാനുണ്ട്. ഇതൊരു 1.5 കിലോ വെയിറ്റ് വരുന്ന ചോക്ലേറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ചോക്ലേറ്റ് ഗനാഷ് ഈ ഒരു കളറാണ് നമ്മുടെ ബേബീൻ്റെ ഡ്രസ്സിൻ്റെ കളറ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് കുറച്ച് ഓവറായിട്ട് ലൂസായിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ ഒന്ന് വെച്ച് സെറ്റായി വന്നപ്പോൾ ബേബീൻ്റെ ഡ്രസ്സിൻ്റെ സെയിം കളറായി കിട്ടി. ഇനി നമുക്ക് ഫോക്സ് ബോൾസും പിന്നെ കുറച്ച് ഷുഗർ ലീഫും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കസ്റ്റമർ പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്തതാണേ. നമ്മളിത് മിൽക്ക് ചോക്ലേറ്റ് നമ്മൾ ഡാർക്കും വൈറ്റും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു ചോക്ലേറ്റിന് ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്കും നമ്മൾ ഓട്ടോയിൽ ഡെലിവറി ചെയ്ത് കൊടുത്തു. മോൻ്റെ നെയിം നമ്മൾ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.